ഹലോ കുട്ടികളെ, അപ്പോൾ ഫിസിക്സ് എക്സാം കഴിഞ്ഞു. ഈസി ആയിരുന്നു എക്സാം. മാത്സ് എക്സാമിലോട്ട് കടക്കുകയാണ്. മാത്സ് എക്സാം ഈസി ആകുമെന്ന് ആരും തന്നെ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ദയവ് ചെയ്ത് എക്സാം ടഫാക്കാൻ ഏറ്റവും നല്ല സംഭവങ്ങൾ ഇരിക്കുന്നത് മാത്സിലാണ്. മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ഉറപ്പായിട്ട് വർക്കൗട്ട് ചെയ്യണം. പ്രീവിയസ് ഇയർ തന്നെ റിപ്പീറ്റ് ചെയ്യുമോ എന്ന കോൺസെപ്റ്റിലല്ല നമ്മൾ പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്യേണ്ടത്. പ്രീവിയസ് ഇയർ പഠിച്ചാൽ ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് വരും, അത് സാറ് അപ്ലോഡ് ചെയ്ത് തരും, ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്ത് തരും. ഒരു കാരണവശാലും എക്സാം ടഫ് ആണെങ്കിലും നമുക്കത് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും. അതിന് മുമ്പ് പറയട്ടെ, നമ്മൾ കുറച്ച് മാത്സ് കുറേ കാര്യങ്ങൾ അറിയായിരിക്കും, കുറേ കാര്യങ്ങൾ അറിഞ്ഞൂടായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം 7:30 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ചാപ്റ്റർ ലൈവിൽ വരുന്നുണ്ട്. ഓക്കെ, മാരത്തോൺ ലൈവ് ഒന്നുമല്ല, ഒരു 1-1.5 മണിക്കൂർ ലൈവേ കാണുള്ളൂ. ആ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത് അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ബുക്കും പേനയൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അറിയാവുന്നവരാണെങ്കിൽ വരിക, കൂടെ ഇരുന്നങ്ങ് പഠിച്ചങ്ങ് തീർക്കുക. ഒരുപാട് മണിക്കൂറൊന്നും ഞാൻ ലൈവിൽ എടുക്കത്തില്ല, 1-1.5 മണിക്കൂർ. കുറേ കുട്ടികൾ ചോദിച്ചാണ്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. ഞാൻ സ്ട്രെയിറ്റ് ലൈൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു, ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. അതൊരു അറൗണ്ട് ഒരു 40-48 മിനിറ്റ്, 48 മിനിറ്റുള്ള വീഡിയോ. അതെല്ലാവരും കാണുക. അത് കാണുമ്പോഴത്തേക്ക് ആ ചാപ്റ്റർ ഫുൾ ആവും. ഒരു ചാപ്റ്റർ ഫുൾ എടുക്കുമ്പോൾ എന്തായാലും 1 മണിക്കൂറൊക്കെ വീഡിയോ വരുന്നുണ്ട്, റെക്കോർഡ് ചെയ്യാൻ സമയമാവുന്നുണ്ട്. അതുകൊണ്ടാണ് ലൈവ് 1.5 മണിക്കൂർ ലിമിറ്റ്സിൻ്റെ ലൈവ് വയ്ക്കുന്നത്. അപ്പോൾ അതെല്ലാവരും കയറുക, ജോയിൻ ചെയ്യുക, നിങ്ങളൊന്ന് പഠിക്കുക. ഓക്കെ, മാരത്തോൺ ലൈവ് ഒന്നുമില്ല, എനിക്ക് അതിലോട്ട് അധികം താല്പര്യമില്ല. ഒരുപാട് നേരം ലൈവ് സെക്ഷൻ വയ്ക്കുന്നതിലോ ഞാൻ അധികം താല്പര്യമില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30 എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനി ഈ വീഡിയോ അത് കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നാളെ അത് വീണ്ടും അപ്ലോഡായി വരും, അങ്ങനെ കണ്ടു പഠിക്കുക കേട്ടോ. 100% നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഫുള്ള് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, നമ്മൾ സ്റ്റഡി പ്ലാൻ, എങ്ങനെ നമുക്ക് മാത്സ് പഠിക്കണം. നമുക്ക് സമയമുണ്ട് മാത്സ് പഠിക്കാൻ. സോ നമുക്ക് ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കാം, ജയിക്കാനുള്ള വീട്ടിൽ ജയിക്കാൻ വേണ്ടി പഠിക്കാം. ഇത് നിങ്ങളെ മോഡൽ ഞാൻ ജസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ പെട്ടെന്ന് സെറ്റ്സ്, റിലേഷൻ ഫംഗ്ഷൻ, ട്രിഗണോമെട്രി, കോംപ്ലക്സ് നമ്പർ, ലീനിയർ ഇനീക്വാലിറ്റി, സീക്വൻസ് ആൻഡ് സീരീസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, 3 ഡയമെൻഷൻ ജോമെട്രി, കോണിക് സെക്ഷൻ, സ്ട്രെയിറ്റ് ലൈൻ, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലെയും ഞാൻ മോഡൽ എക്സാം ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്താൽ മോഡൽ എക്സാമിൻ്റെ വെയിറ്റേജ് നോക്കിയാൽ എറൗണ്ട് ആ ലെവലിൽ നമുക്ക് കിട്ടും. അതിൽ നോക്കിയപ്പോൾ എന്താണ്ട ട്രിഗണോമെട്രി, അഫ്കോഴ്സ് ലിമിറ്റ്, സ്ട്രെയിറ്റ് ലൈൻ, കോണിക് സെക്ഷൻ, പെർമ്യൂട്ടേഷൻ, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ്, ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് കൂടില്ല. ഓക്കെ, ഇത് ഈസി മീൻസ് 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേ ഉള്ളൂ മെയിൻ എക്സാമിന്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് വെയിറ്റേജ് കൂടില്ല. അപ്പോൾ ഇതിൽ ട്രിഗണോമെട്രി ചില കുട്ടികൾ ടഫാണ്, പക്ഷെ നമ്മൾ പഠിച്ചേ പറ്റും. നിങ്ങൾക്ക് ട്രിഗണോമെട്രി വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരാം. ട്രിഗണോമെട്രി സിമ്പിൾ വീഡിയോ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ട്രിഗണോമെട്രി എന്ന വീഡിയോസ് കാണും. നിങ്ങളിരുന്ന് പഠിച്ചിട്ട് പറ നിങ്ങൾക്ക് അത് ടഫാണോ അല്ലേന്ന്. വളരെ കുറച്ച് സമയമുള്ള വീഡിയോകൾ, പടി അത് നിങ്ങൾക്ക് 100% കിട്ടും, ഒന്നും അറിയാത്തവർക്ക്. ബാക്കി സ്ട്രെയിറ്റ് ലൈൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇന്ന് വരും, അപ്ലോഡ് ആവും. നിങ്ങൾ പഠിക്കുക, അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ലിമിറ്റ് ഞാൻ ലൈവിൽ വരും, നിങ്ങൾ എന്നിട്ട് ആ ലൈവിൽ ഇരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറ, 100% നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബാക്കി ഞാൻ ഓൾറെഡി റിലേഷൻ ഫംഗ്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലൈവായിട്ട് എടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കോംപ്ലക്സ് നമ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സീക്വൻസ് ആ സീരീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 100% റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 7 മാർക്കും, കോംപ്ലക്സ് നമ്പറിൽ 4 മാർക്ക്, 11, സീക്വൻസ് 17 ഓൾറെഡി നിങ്ങൾക്ക് കിട്ടും. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. ഓക്കെ, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആഡ് ചെയ്യാം. നിങ്ങൾ അത് കണ്ട് പഠിക്കണം. ഒന്നും അറിയാത്തോട്ടുള്ള അത് കണ്ട് പഠിക്കണം. അറിയാവുന്നവർ നിങ്ങൾക്ക് അത് കാണാം. നിങ്ങൾക്ക് വേറെ ഏത് ചാനലിൽ വേണോ നോക്കാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് കഴിയുന്നതും റെക്കോർഡ് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. കാരണം ലൈവിലിരുന്ന് ചുമ്മാ നിങ്ങൾ ലൈവിൽ ഞാൻ ഇരിക്കരുതെന്ന് പറയുന്നത് നിങ്ങൾ ലൈവിൽ പഠിക്കാനല്ല പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് ചാറ്റ് ചെയ്ത് അങ്ങ് സമയം കളയും, മാരത്തോൺ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ആവശ്യമുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ ഏത് ചാനലാണ് നിങ്ങൾ യൂസ് ചെയ്തോ, എല്ലാവരും നല്ല ക്ലാസ്സുകൾ തരുന്നത്. ഞാൻ എടുത്ത ക്ലാസ്സുകൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടാൽ നോക്കി പഠിച്ചു. 100% എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് അത് എല്ലാവർക്കും മനസ്സിലാവും, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. ഓക്കെ, നിങ്ങൾ അതൊന്ന് കണ്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് വെയിറ്റേജ് അനുസരിച്ച് പഠിക്കണം. ആരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി ജയിക്കാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾ സെറ്റ്സ് ഉറപ്പായിട്ട് പഠിക്കണം. നിങ്ങളെ കൊണ്ട് സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ പറ്റൂടാ. അപ്പം നമുക്ക് എത്ര മാർക്കായി? 4 മാർക്കായി. സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാൻ നമുക്ക് എത്ര മാർക്കായി? 4 മാർക്കായി. നമ്മളെ കൊണ്ട് സെറ്റ്സ് പഠിക്കാൻ പറ്റും, 4 മാർക്ക്. റിലേഷൻ ഫംഗ്ഷൻ പഠിക്കാൻ പറ്റും, പക്ഷേ എല്ലാം പഠിക്കാൻ പറ്റില്ല. 3 മാർക്ക് അതിൽ കിട്ടും. അപ്പോൾ നമുക്ക് എത്ര മാർക്കായി? 7 മാർക്കായി. ട്രിഗണോമെട്രിയിൽ 3 മാർക്ക് കിട്ടും, 10. ഫുൾ പഠിക്കുന്ന ചാപ്റ്റർ ആദ്യം നോക്കാം. സെറ്റ്സ് ഫുള്ള് പഠി, കോംപ്ലക്സ് നമ്പർ ഫുള്ള് പഠി, ലീനിയർ ഇനീക്വാലിറ്റി ഫുള്ള് പഠി, ബൈനോമിയൽ തിയറം ഫുള്ള് പഠി, സ്റ്റാറ്റിസ്റ്റിക്സ് ഫുള്ള് പഠി. ഓക്കെ, 3D ഫുള്ള് പഠി. അപ്പോൾ എത്ര മാർക്കായടാ? 4 മാർക്ക്, 8 മാർക്ക്, 12 മാർക്ക്, 15 മാർക്ക്, 18 മാർക്ക്, 21 മാർക്കായി നമുക്ക് ഇത്രയും ചാപ്റ്റർ. അപ്പോൾ ഇത്രയും ചാപ്റ്റർ ഇൻക്ലൂഡിങ് ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിക്കണം. റിലേഷൻ ഫംഗ്ഷൻ കൂടെ ഫുള്ള് പഠിക്കും. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 ചാപ്റ്റർ ഫുള്ള് പഠിച്ചാൽ നിങ്ങൾക്ക് അറൗണ്ട് ഒരു 30 മാർക്കോളം കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, സീക്വൻസ് ഓഫ് സീരീസ് നിങ്ങൾക്ക് ഫുള്ള് പഠിക്കാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്ത് തരാം, അത് നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഡബിൾ പാസിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തു തരാം, എന്നാലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ച് ഞാൻ ചെയ്തു തരാം, അതാ ക്വസ്റ്റ്യൻ പഠിക്കണമെന്ന്. ഇനി ഡബിൾ പാസിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ
എല്ലാ ചാപ്റ്ററും പഠിക്കാൻ സമയമുണ്ടോ? നിങ്ങളെ കൊണ്ട് ഡബിൾ പാസിന് ട്രൈ ചെയ്യാൻ ഫുൾ മാർക്ക് എന്തിനും ഡബിൾ പാസ് നമുക്ക് A+ അല്ലെങ്കിൽ ഫുൾ മാർക്കിന് ട്രൈ ചെയ്യണം. മാത്സ് ഈസിയാടാ, ഒന്നുമില്ല മാത്സ് പഠിക്കാൻ. എനിക്ക് കാണുമ്പോൾ മാത്സ് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നു. ഡബിൾ പാസിന് വേണ്ടിയുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ടഫായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ആകപ്പാടാ ഒന്നുമില്ലടാ, ഭയങ്കര ഈസിയാണ് മാത്സ്, നമുക്ക് പഠിച്ചാൽ പോരെ. സാറ് കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടുതരാം, നിങ്ങളത് പഠിക്കണം. ജയിക്കാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ പഠിക്കാം. ബാക്കി ഡബിൾ പാസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആദ്യം പഠിച്ചു തീർക്കുക. സ്ട്രെയിറ്റ് ലൈൻ, ലിമിറ്റ്, ഈ 2 ചാപ്റ്ററും ആദ്യം പഠിച്ചു തീർക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ആദ്യം പഠിക്കും നിങ്ങൾ? സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആദ്യം പഠിക്കണം. പിന്നെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ചാപ്റ്റർ, പിന്നെ ട്രിഗണോമെട്രി, ഈ 3 ചാപ്റ്റർ ആദ്യം പഠിക്കണം. കാരണം ഈ 3 ചാപ്റ്റർ നമുക്ക് വീണ്ടും റിവിഷൻ കൊടുക്കേണ്ടതുണ്ട്, വീണ്ടും പഠിക്കുക. അപ്പോൾ ഈ 3 ചാപ്റ്റർ ആദ്യം തീർക്കണം. ഇത് തീർത്ത് കഴിഞ്ഞ് റിലേഷൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ബൈനോമിയലും പെർമ്യൂട്ടേഷനും, ബൈനോമിയൽ, പെർമ്യൂട്ടേഷൻ പഠിച്ച ഉടനെ തന്നെ അതിൻ്റെ കൂടെ വേണം പ്രോബബിലിറ്റി പഠിക്കാൻ. കണക്റ്റിംഗ് ആണ്. ഈ 3 ചാപ്റ്ററും കണക്ട് ചെയ്ത് പഠിക്കണം. ഈ ഓർഡറിൽ പഠിച്ചോളുക. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ ചാപ്റ്റർ, കോംപ്ലക്സ്, സീക്വൻസ്, സെറ്റ്സ് എപ്പോഴെങ്കിലും ഇടയ്ക്ക് നിങ്ങൾക്ക് സമയം ഫ്രീ ടൈമിൽ പഠിക്കുക. ഈസി ചാപ്റ്റർ. ലീനിയർ ഇൻഇക്വാളിറ്റി, ഈ ചാപ്റ്റേഴ്സ് എപ്പോഴെങ്കിലും ഫ്രീ ടൈമിൽ പഠിക്കുക, ഈസിയാണ്. എക്സാമിൻ്റെ തലേ ദിവസം, അതായത് 24-ാം തീയതി സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചോളുക. സ്റ്റാറ്റിസ്റ്റിക്സ് വേറെ ഒന്നും ചെയ്യേണ്ട, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. അതിൽ ഞാൻ കുറച്ച് കാര്യം ഗ്രീൻ കൊണ്ട് ടിക്ക് ഇടുന്നതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതിയെ, വേറെ ഒന്നും വർക്കൗട്ട് ചെയ്യാൻ നിൽക്കണ്ട. സെറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പ്രീവിയസ് ഇയർ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. ലീനിയർ ഇൻഇക്വാളിറ്റി പ്രീവിയസ് ഇയർ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ 3Dയും കൂടെ ആയിരിക്കും, 3 ഡൈമെൻഷൻ ജോമെട്രി. അതും നിങ്ങൾ പ്രീവിയസ് ഇയർ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നിൽക്കേണ്ട. ആ ചാപ്റ്റർ പ്രീവിയസ് ഇയർ മാത്രം മതി. ബൈനോമിയൽ തിയറം പ്രീവിയസ് ഇയർ മാത്രം നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മതി. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രീവിയസ് ഇയർ മാത്രം വർക്കൗട്ട് ചെയ്താൽ, ചാപ്റ്റർ പോലും പഠിക്കേണ്ട, ഓൺലി പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്ത് പോയാൽ മതി. എല്ലാ ചാപ്റ്ററും ആയോടാ? 3, 4, 7, 3, 10, 12, 13. 1 ചാപ്റ്റർ ഇസ് മിസ്സിങ്. ഏത് ചാപ്റ്ററാണ് മിസ്സിങ് ആയത്? സീക്വൻസ്, ബൈനോമിയൽ, പെർമ്യൂട്ടേഷൻ, ലീനിയർ, കോംപ്ലക്സ്, ട്രിഗണോമെട്രി, റിലേഷൻ, സെറ്റ്സ് ആയല്ലോ. വേറെ ചാപ്റ്റർ മിസ്സിങ് ആയത്? കോണിക് സെക്ഷൻ. സോറി, കോണിക് സെക്ഷൻ മിസ്സായിപ്പോയി. കോണിക്കും കൂടെ നേരത്തെ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കണേ. കോണിക്ക് ഈ 4 ചാപ്റ്ററാണ് ആദ്യം പഠിച്ചിരിക്കാനേ. ഈ 4 ചാപ്റ്റർ നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം കേട്ടോ. ബാക്കി ഈ ഓർഡറിൽ ആദ്യം 4 ചാപ്റ്റർ പഠിക്കുക, പിന്നെ ഇത്രയും ചാപ്റ്റർ പഠിക്കുക, പിന്നെ ഇത്രയും ചാപ്റ്റർ പഠിക്കുക, അവസാനം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുക. ഈ വർഷം നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് വരുന്നത് പെർമ്യൂട്ടേഷനും പ്രോബബിലിറ്റിയും മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. അത് സാർ എടുത്തു തരും, ഞാൻ പറഞ്ഞു തരും കേട്ടോ. പിന്നെ ഇതിലൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യും. അത് നിങ്ങൾ എല്ലാവരും കാണുക. വളരെ സിമ്പിൾ ആയിട്ട് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻ, ഒരു 10 ക്വസ്റ്റ്യൻ അറൗണ്ട് വരുള്ളൂ. അത് വന്നാൽ നമ്മൾ 100% മാർക്ക് വാങ്ങിക്കും. ബാക്കി നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ടോപ്പിക് ടെക്സ്റ്റിലെ വർക്കൗട്ടായിട്ട് എക്സാമ്പിളുകൾ പഠിക്കുക. ടെക്സ്റ്റിലെ എക്സാമ്പിളുകൾ വേണം നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടി. എന്നിട്ട് എക്സസൈസിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻറ്റ് സെലക്ട് ചെയ്ത് ചെയ്യാം. ടെക്സ്റ്റിലെ എല്ലാ എക്സാമ്പിൾ ക്വസ്റ്റ്യനും പഠിക്കും. യു വിൽ ഗെറ്റ് മാർക്ക്. അപ്പോൾ ഈ ഓർഡറിൽ വേണം നിങ്ങൾ മാത്സ് പഠിക്കാൻ വേണ്ടി. ഈ 4 ചാപ്റ്റർ ആദ്യം നിങ്ങൾ പഠിച്ചു തീർക്കണം. വെയിറ്റേജ് കൂടുതലല്ല, അതുകൊണ്ട് ഈ 4 ചാപ്റ്റർ ആദ്യം പഠിച്ചു തീർക്കുക. സെറ്റ്സ് ഒക്കെ പിന്നെ പഠിച്ചാൽ മതി. ഓക്കെ, ഈ 4 ചാപ്റ്റർ ആദ്യം പഠിച്ചു തീർക്കുക. ക്ലിയർ ആണേ? ഇനി ജയിക്കാൻ വേണ്ടി പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റുന്ന ചാപ്റ്ററാണ് ഇത്രയും ചാപ്റ്റേഴ്സ്. ഉറപ്പായിട്ട് അവരെന്ത് ചെയ്യുക? 4 പാസ് മാർക്കിനുള്ള കുട്ടികൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക? പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാം. 100% പാസ്സാവാം. എല്ലാം ഈസി ചാപ്റ്റേഴ്സാണ്, ഒന്നും ടഫില്ല. ഓക്കെ, ഡബിൾ പാസിന് പഠിക്കുന്ന കുട്ടികൾ ഇത് ഇത്രയും കുട്ടികൾ പാസ് മാർക്ക്. ഇതും കൂടെ കയറ്റിയ ഡബിൾ പാസ്സാണ്, ഇത്രയും കയറ്റിയ ഡബിൾ പാസ്സാണ്, ഇത്രയും കൂടെ കയറ്റിയ ഫുൾ മാർക്കാണ്. ഓക്കെ, ഇതിൽ ലിമിറ്റ് തിയറം സാർ ഇപ്പോൾ ലൈവിൽ വരാം. 7:30 ലൈവിൽ വരും. എല്ലാവരും താല്പര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക. നമുക്ക് 100% അതിലെ മാർക്ക് കിട്ടിയിരിക്കും. പോകത്തില്ല, 100% ഫുൾ മാർക്ക് കിട്ടും. അതിൽ അടിപൊളിയായിട്ട് ഒന്നും അറിയാത്ത കുട്ടിക്ക് നമുക്ക് പഠിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് ഡൗട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. നാളെ മുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ മാക്സിമം കാണാം. അതിന് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ വരുള്ളൂ. കാരണം ഞാൻ ചുമ്മാ ഒരു ടോപ്പിക് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതല്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് ഇതുവരെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ് അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്തിട്ട് ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 100% നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നത്. എത്ര ടഫായാലും ഈസി ആയാലും വരുന്നത് അതുകൊണ്ടാണ്. എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.